കാലാകാലങ്ങളിൽ വരുന്ന പദ്ധതികളെ, അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെയും സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളെ കൂടി യോജിപ്പിച്ച് ഒരുപാട് ക്യാമ്പയിനുകളുടെ രൂപത്തിലാണ് എപ്പോഴും ഈ ഇടതുപക്ഷ മുന്നണി പദ്ധതികൾ നടത്തുന്നത്. അതിലൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. സാക്ഷരതയുടെ കാലഘട്ടം മുതലാണ് ആ രാഷ്ട്രീയം പഠിച്ചത്. അതായത് എല്ലാ കാര്യത്തിലും ഒരു ക്യാമ്പയിൻ മോഡ് ആകുമ്പോൾ അതിനൊരു മിഷൻ ഓഫീസ് കാണും, കുറേ ഓഫീസർമാരെ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവയ്ക്കാം, കരാർ അടിസ്ഥാനത്തിൽ വയ്ക്കാം, ഇതിന് വലിയ പരസ്യം കൊടുക്കാം, പത്രത്തിൽ കൊടുക്കാം, മുഖ്യമന്ത്രിയുടെ പടം കൊടുക്കാം. അങ്ങനെ വേറൊരു തലത്തിലേക്ക്, ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വിഷയത്തിലേക്ക് പലതും കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണ് ഹരിത കേരള മിഷൻ, ആർദ്രം മിഷൻ, പിന്നെന്താണ് പൊതുവിദ്യാഭ്യാസ യജ്ഞം, പിന്നെ അതുപോലെ തന്നെ ഈ ലൈഫ് മിഷൻ, ഇങ്ങനെ മിഷനുകൾ വന്നത്. ലൈഫ് മിഷനെ സംബന്ധിച്ച് വലിയ ആക്ഷേപമാണ് കേരളത്തിൽ കേട്ടത്. അതിൻ്റെ കരാറുകളെ സംബന്ധിച്ച്, അത് നിർമ്മാണത്തെ സംബന്ധിച്ച്, തൃശ്ശൂരിലെ നിർമ്മാണത്തെ സംബന്ധിച്ചൊക്കെ വലിയ ആക്ഷേപമാണ് നടന്നത്. ദുബായിലുള്ളൊരു ഏജൻസി ലൈഫ് മിഷനുമായി പരിപാടികളിൽ ബന്ധപ്പെട്ടു. അങ്ങനെ സ്വപ്ന സുരേഷ് ആ കാലഘട്ടത്തിൽ വലിയ വിവാദം ഉയർത്തിയിരുന്നു, വലിയ തർക്കങ്ങൾ വന്നിരുന്നു. അങ്ങനെ TN പ്രതാപനും പിന്നെ നമ്മുടെ തൃശ്ശൂരിലെ മറ്റ് കോൺഗ്രസ് നേതാക്കളുമൊക്കെ വലിയ തോതിലാണ് KT ജലീലിനെതിരെ, അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീലിനെതിരെ ആക്ഷേപവും പരാതികളും ആയിട്ടൊക്കെ വന്നത്. അങ്ങനെ വളരെയധികം വിവാദങ്ങളുണ്ടായ ഒരു പദ്ധതിയാണ് ഈ ലൈഫ് മിഷൻ. പുതിയ സർക്കാർ വന്ന ഉടൻ തന്നെ കാർഡുകൾ ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ ഈ കാർഡ് ഇറക്കുക എന്ന് പറയുന്നത് നല്ല രസമാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ പേരിലൊക്കെ 100 കണക്കിന് വ്യാജ കാർഡാണ് ഇറങ്ങുന്നത്. ഇനി അവർ തന്നെയാണോ ഇറക്കിയിട്ട് ഞങ്ങളിത് വ്യാജമാണ് നടപടി എടുക്കുന്നുണ്ട്, പബ്ലിസിറ്റിയുടെ ഭാഗമാണെന്ന് അറിയില്ല. ഒരറ്റത്തുനിന്ന് വ്യാജ കാർഡ് ഇറക്കും, മററ്റത്തിരിക്കുന്ന ടീം ഇത് വ്യാജമാണ്, അതുകൊണ്ട് ഞങ്ങൾ നടപടി എടുക്കുന്നത്. അതൊരു പബ്ലിസിറ്റിയാണ്, അറിയില്ല. കാരണം പബ്ലിസിറ്റിയുടെ എല്ലാ മോഡും ഉപയോഗിക്കുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെറി പറയുന്നത് ഒരു ഗ്രൂപ്പ്, അടി കൊടുക്കുന്നതും അതേ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. നമുക്കറിയത്തില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ലൈഫ് മിഷൻ നിർത്തും എന്നൊരു മെസ്സേജ് വന്നു. അപ്പോൾ KM ഷാജി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ലൈഫ് മിഷൻ നിർത്തുന്നില്ല. ലൈഫ് മിഷൻ നിർത്തണ്ട, കാരണം ലൈഫ് മിഷൻ നടക്കേണ്ട ഒരു പദ്ധതിയാണ്, ഒരു സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്, നടപ്പിലാക്കട്ടെ. പക്ഷെ അതിനകത്ത് കടന്നു കൂടിയിട്ടുള്ള അഴിമതി കൃത്യമായിട്ട് പിടിക്കപ്പെടണം, അത് പിടിക്കുക തന്നെ വേണം അതിനകത്ത് ചേർന്ന്. അതുപോലെ തന്നെ ഇത് വളരെ രസകരമായ കാര്യമാണ്. കേരളത്തിൽ ലൈഫ് മിഷനിൽ വീട് കൊടുത്താലും പിന്നും കുറേ വീടില്ലാത്ത ആളുകൾ വരും. അടിയന്തരമായി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കണക്ക് കയ്യിലിരിക്കുന്നത് കൊണ്ട് കേരളത്തിൽ ഇനി എത്ര വീട് വേണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സ്റ്റാറ്റിസ്റ്റിക്സ് KM ഷാജി മന്ത്രി അവർ എടുപ്പിക്കുന്നത് നന്നായിരിക്കും. എത്ര വീടാണ് ശരിക്കും ഓരോ പഞ്ചായത്തിൽ വേണ്ടത്, വസ്തുക്കളില്ലാത്ത എത്ര പേരാണുള്ളത്. കാരണം ഈ അതിദാരിദ്ര്യ വിമുക്തമെന്ന് പറയുമ്പോഴും ലൈഫ് മിഷനിലൂടെ ഇത്രയും പേർക്ക് വീട് കൊടുത്തു എന്ന് പറയുമ്പോഴും ഒരുപാട് കഥകളും ദുഃഖ കഥകളും, ചായ്പിൽ കിടക്കുന്നതും, പിന്നെ ഷീറ്റ് കെട്ടി കിടക്കുന്നതും, ഒരു മുറിയിൽ കിടക്കുന്നതും, ഇഴജന്തുക്കൾ കയറുന്ന വീട്ടിൽ കിടക്കുന്നതും, പ്രളയവും വെള്ളപ്പൊക്കം വന്നാൽ വലിയ ബുദ്ധിമുട്ടുള്ള വീടുകൾ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിനടുത്ത് കിടക്കുന്നവർ, ചേരിയിൽ കിടക്കുന്നവർ, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അതൊക്കെ കൂടെ ഒന്ന് പുനരധിവസിപ്പിക്കുന്ന, ഇപ്പം തന്നെ 8 വീടുകാർ ഇന്നലെ അവർ ഒരു വലിയ എറണാകുളത്ത് നടക്കുന്ന വലിയൊരു സമരം നടക്കുന്നുണ്ട്. 8 വീടുകാരുടെ പ്രശ്നമുള്ളൂ. പക്ഷേ എത്രയോ വർഷമായിട്ട് അവരിങ്ങനെ സമരം കിടക്കുന്നു. അവരെ പറയുന്നു അത് പിറമ്പോക്കാണെന്ന്. പക്ഷേ പിറമ്പോക്ക് കൈവശം വെച്ചിരിക്കുന്നു പറയപ്പെടുന്ന ആൾ പറയുന്നു അത് അദ്ദേഹത്തിൻ്റെതാണ്, പ്രമാണത്തിലുള്ളതാണ്, പ്രമാണത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് വലിയ കേസും വഴക്കമൊക്കെ ഇത് വളരെ കൃത്യമായി ആദിവാസികളും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ കോളനികളും ആദിവാസി കോളനികളും ഉൾപ്പെടെ നവീകരിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതി ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് അവർകളാണ്. അദ്ദേഹവും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മന്ത്രിയും കൂടി വിചാരിച്ച് വളരെ കൃത്യമായ ഒരു പ്രവർത്തന പന്താവ് കൊണ്ടുവരണം. അത് ഈ പറഞ്ഞതുപോലെ മിഷൻ തുടങ്ങി ക്യാമ്പയിനായി ബഹളം ഉണ്ടായി, അതിൻ്റെ ആവശ്യമില്ല. ആളുകൾക്ക് അല്ലാതെ വീട് വെച്ച് കൊടുത്താലും അതിൻ്റെ ക്രെഡിറ്റ് സമ്പൂർണ്ണമായി ഗവൺമെൻറ്റിന് കിട്ടും, ഒരു തർക്കവുമില്ല. കഴിഞ്ഞ UDF ഗവൺമെൻറ് 4-5 ലക്ഷം വീട് വെച്ച് കൊടുത്തില്ലേ, അതിൻ്റെ ക്രെഡിറ്റ് UDFന് കിട്ടും. ഇവർ കുറച്ചാണ് വെച്ച് കൊടുത്താലും കൂടുതൽ കൂവി വിളിക്കും, അതിൻ്റെ ആവശ്യമില്ല. അതിനൊരു വലിയ അപ്പം ലൈഫ് മിഷൻ എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ ഉള്ളത് അതുപോലെ ഉള്ള വീടുകളെല്ലാം അവർ പൂർത്തിയാക്കട്ടെ. അതിനെ തുടർന്ന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പുതിയത് പൂർത്തിയാക്കണം. പക്ഷേ മിഷനിൽ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും ക്വാളിറ്റി ഇല്ലായ്മയും അത് വളരെ വലിയ പ്രശ്നമാണ്. ഈ കരാർ എടുക്കുന്നവരും ഈ വർക്ക് നടത്തുന്നതിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മ വളരെ വലിയൊരു വിഷയമാണ്. അതിപ്പോൾ ഭീമാപള്ളിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. 400 വീട്ടുകാർ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ടും, അവിടെ മേയറൊക്കെ പോയി കണ്ടതാണ്. അപ്പോൾ നമ്മൾക്ക് വളരെ കൃത്യമായി ഈ വീടുകൾ ചോർന്നൊലിക്കാത്ത, പൊട്ടിയൊലിക്കാത്ത അതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ നടത്തി ലൈഫ് മിഷനിൽ ഒരുപാട് സ്മാരകങ്ങൾ പലയിടത്തും കിടപ്പുണ്ട്. ആ സ്മാരകങ്ങളെല്ലാം സമയബന്ധിതമായി തീർക്കാൻ പഞ്ചായത്ത് മന്ത്രി ചെറുപ്പക്കാരനാണ്, വളരെ ഡൈനാമിക്കാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിലെ ഡൈനാമിസം ഫയർ ബ്രാൻഡാണ്. ആ ഫയർ ബ്രാൻഡ് തീർച്ചയായിട്ടും
പഞ്ചായത്ത് വകുപ്പിലും കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും കഴിവുള്ള മിടുക്കരായ ഉദ്യോഗസ്ഥരെയും എക്സ്പെർട്ടുകളെയൊക്കെ വെച്ചുകൊണ്ട് വലിയ തോതിൽ പ്രവർത്തനങ്ങൾ നടക്കട്ടെ. ഒരുപാട് സ്കീം നിങ്ങളെ കൂടെയുണ്ട്. തൊഴിലുറപ്പുകാരെയൊക്കെ ഇതിനകത്ത് ബന്ധിപ്പിക്കണം. ഈ തൊഴിലുറപ്പുകാർ കുറേ പുല്ലും പറിച്ച് ചെത്തിപ്പറിച്ച് അങ്ങനെ കുറേ കുഴിയെടുത്ത് നടക്കുന്ന ടീമാണ് പലപ്പോഴും. അവരെയൊക്കെ ഇതിനകത്ത് കൃത്യമായി ബന്ധിപ്പിക്കണം. എല്ലാവരും പ്രായമായവരല്ല, പ്രായം കുറഞ്ഞ ഒരുപാട് ആളുകൾ തൊഴിലുറപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കാറ്റഗറൈസ് ചെയ്യണം. ഏറ്റവും പ്രായമുള്ള ആളുകൾ ലഘുവായി വർക്ക് ചെയ്യട്ടെ. പ്രായം കുറഞ്ഞ ആളുകളെയൊക്കെ ഇതിനകത്തേക്ക് ബന്ധിപ്പിച്ച് വളരെ കൃത്യമായി എല്ലാ പരിപാടികൾ, ലൈഫ് മിഷൻ്റെ പരിപാടികൾ ഒരു കൃത്യമായ പൊളിച്ചെഴുത്ത് അതിനകത്ത് ആവശ്യമുണ്ട്. അത് പൊളിച്ചെഴുതണം, തർക്കമില്ല. പക്ഷേ അത് പൊളിച്ചെഴുതുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ക്യാമ്പയിന് വേണ്ടി ക്യാമ്പയിനുകൾ എടുക്കുക, പ്രചരണത്തിന് വേണ്ടി പ്രചരണങ്ങൾ എടുക്കുക, അതിൻ്റെ പേരിൽ ഉപരിപ്ലവമായി ഒരുപാട് ബഹളമുണ്ടാക്കുക. താഴെ ചെന്ന് നോക്കുമ്പോൾ ഒരു തൂണുമില്ല, കൽത്തൂണുമില്ല, എല്ലാം അപകടമാവും. ആളുകൾ പിന്നെയും ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ എന്ന് പറയുക. പാവപ്പെട്ട ആളുകൾ വീണ്ടും കുമ്പിളിൽ തന്നെ കഞ്ഞി കുടിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ വികസനത്തിലുണ്ട്. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ മന്ത്രി എന്നുള്ള നിലയിൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ KM ഷാജി അവർക്ക് ഒരുപാട് കാര്യം ഇതിനകത്ത് ചെയ്യാനുണ്ട്. വളരെ കൃത്യമായ ഒരു കാര്യം നടക്കട്ടെ. അത് കൃത്യമായി ലൈഫ് മിഷൻ പൊളിച്ചെഴുതണം. വേണോ വേണ്ടേ എന്നുള്ളത് നയപരമായ തീരുമാനമാണ്. അത് പറയാൻ നമ്മളാളല്ല. അത് UDFൻ്റെ നയപരമായൊരു തീരുമാനമാണ്. ഇനി നിങ്ങൾ അത് നിർത്തലാക്കിയാൽ ഞങ്ങൾ സമരം ചെയ്യും എന്നാണ് LDFകാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നൊരു അവസരം, ഇപ്പോൾ തുടക്കത്തിൽ തന്നെ സമരവും ബഹളവും എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് നല്ല രസമാണ്. എന്തെങ്കിലും ഒരു വിഷയം കിട്ടി സമരം ചെയ്തോളാൻ വയ്യാതിരിക്കുകയാണ്. അപ്പോൾ LDF, കാരണം ഇപ്പോൾ SFI പറഞ്ഞു തുടങ്ങി ഞങ്ങൾ സമരം ചെയ്യും. പിന്നെ LDFൽ പറഞ്ഞിട്ടുള്ള അവസാന വർഷം കണ്ട് പറഞ്ഞ വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യും. കുടിയൊഴിപ്പിക്കലെന്ന് ഇത്രയും കാലം ഈ 10 വർഷം LDF ഗവൺമെൻറ്റാണ് ഭരിച്ചത്. അപ്പോഴേ എത്രയോ തവണ അവരെ കുടിയൊഴിപ്പിക്കാൻ ഓർഡർ വന്നു, എത്രയോ തവണ കുടിയൊഴിപ്പിക്കുന്ന വിഷയങ്ങൾ വന്നു. അതിപ്പോഴൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞ് സകല പേര് എറണാകുളത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ലൈഫ് മിഷനെ കൃത്യമായി റീഡിസൈൻ ചെയ്യണം, റീവർക്ക് ചെയ്യണം. റീവർക്ക് ചെയ്തുകൊണ്ട് അതിലെ അഴിമതി ഫാക്ടറെ പിടിക്കണം. നടത്തിയ അഴിമതികളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാവണം. TN പ്രതാപനൊക്കെ അതിനകത്ത് വലിയ സംഭാവന നൽകാൻ കാണും. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഡോക്യുമെൻ്റൊക്കെ കാണും. അത് നടക്കട്ടെ. അതുപോലെ തന്നെ ലൈഫ് മിഷൻ വഴിയും, ലൈഫ് മിഷൻ ഇപ്പോൾ പൂർത്തിയാക്കുകയാണെങ്കിൽ അതൊരു ഘട്ടം കൊണ്ട് പൂർത്തിയാക്കിയതിന് ശേഷം ഒരു സർവേ എടുത്ത് സകല വീടില്ലാത്ത ആളുകൾക്കും ഒരു ടൈം കൊണ്ട്, അല്ലാതെ കൽപ്പാന്ത കാലം കൊണ്ട് കൊടുക്കേണ്ട ഒരു പ്രോസസ്സല്ല, ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ട് എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ. അത് നമ്മളിപ്പോൾ ഈ മുണ്ടകൈ ചൂരൽമലയിൽ നടന്നതുപോലെ ഓരോ ഗ്രാമമെടുത്താലും അവിടെ CSR പദ്ധതികളും നാട്ടിൽ ഒരുപാട് സമ്പന്നരുമുണ്ട്. അവരുടെയൊക്കെ പണം മൊബിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൊബിലൈസ് ചെയ്തുകൊണ്ട് പരമാവധി ആളുകൾക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുത്ത്, പരമാവധി അല്ല, ഒരു ഡെഡ് എൻഡ് എല്ലാവർക്കും ഭവനം കിട്ടിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം, കെട്ടുറപ്പുള്ള സുരക്ഷിതമായ വീട് കിട്ടിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം കേരളമാണെന്ന് പ്രഖ്യാപിക്കാൻ KM ഷാജിക്ക് കഴിയട്ടെ.